സ്വപ്നലോകത്തെ മാന്ത്രിക പൂച്ചക്കുട്ടി. ഒരിടത്ത് മിന്നു എന്നു പേരുള്ള ഒരു കുസൃതിക്കാരി പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. മിന്നുവിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. രാത്രിയിൽ കൊച്ചു കൂട്ടുകാരുറങ്ങുമ്പോൾ മിന്നുവിന് അവരുടെ സ്വപ്നലോകത്തേക്ക് പോകാൻ കഴിയും. മിന്നുവിന്റെ രോമങ്ങൾക്ക് നക്ഷത്രങ്ങളെ പോലെ തിളക്കമുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾക്കോ മിന്നുന്ന ചന്ദ്രന്റെ നിറമായിരുന്നു. ഒരു രാത്രി മിന്നു പതിവ് പോലെ സ്വപ്നലോകത്തേക്ക് യാത്ര തുടങ്ങി. അവൾ പറന്നു ചെന്നെത്തിയത് പൂക്കളും ചെടികളും നിറഞ്ഞ ഒരു മനോഹരമായ പൂന്തോട്ടത്തിലേക്കാണ്. അവിടെ കുഞ്ഞനണ്ണാനും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു കുഞ്ഞിക്കിളി മാത്രം ഒരു മരച്ചില്ലയിലിരുന്ന് സങ്കടപ്പെട്ടിരിക്കുന്നത് മിന്നു കണ്ടു. മിന്നു മെല്ലെ കിളിയുടെ അടുത്തേക്ക് പറന്നു ചെന്നു. എന്താ കൂട്ടുകാരാ, നീ വിഷമിച്ചിരിക്കുന്നത്? മിന്നു ചോദിച്ചു. എനിക്ക് പാട്ട് പാടാൻ കഴിയുന്നില്ല, കിളി പറഞ്ഞു. എന്റെ ശബ്ദം എവിടെയോ പോയി. മിന്നുവിനത് വളരെയധികം വിഷമമുണ്ടാക്കി. അവൾ അവളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ചുറ്റിനും ഒന്ന് നോക്കി. അപ്പോൾ അതാ ഒരു കുഞ്ഞൻ മാന്ത്രിക ഗോളം. അതിനുള്ളിൽ ഒരു മനോഹരമായ ഈണം കുടുങ്ങിക്കിടക്കുന്നത് അവൾ കണ്ടു. ഇതാണോ നിന്റെ പാട്ട്? മിന്നു ചോദിച്ചു. അതെ, കിളി സന്തോഷത്തോടെ ചിറകുകൾ ഇളക്കിക്കൊണ്ട് പറഞ്ഞു. മിന്നു മെല്ലെ അവളുടെ മാന്ത്രിക നഖങ്ങൾ കൊണ്ട് ആ ഗോളം തുറന്നു. ഈണം പുറത്തേക്ക് വരികയും കിളിയുടെ ഉള്ളിൽ നിറയുകയും ചെയ്തു. ഉടൻ തന്നെ കിളി മനോഹരമായി പാടാൻ തുടങ്ങി. ആ പാട്ട് കേട്ട് പൂന്തോട്ടത്തിലെ എല്ലാവരും സന്തോഷിച്ചു. മിന്നു കിളിയോട് യാത്ര പറഞ്ഞ് അവൾ ആകാശത്തിലെ നക്ഷത്രങ്ങളിലൂടെ പറന്നുയർന്ന് യാത്ര തുടർന്നു. അവൾ കണ്ടുമുട്ടിയ കുട്ടികളുടെ സ്വപ്നങ്ങളിൽ നല്ല ചിരിയും സന്തോഷവും നിറച്ചു. എന്നിട്ട് കിന്നാരം പറഞ്ഞുകൊണ്ട് അവൾ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചു കൂട്ടുകാരുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. നേരം വെളുക്കാറായി. മിന്നു പതിയെ അവളുടെ വീട്ടിലെ കൊച്ചു കിടക്കയിൽ വന്ന് കണ്ണുകൾ അടച്ച് കിടന്നു. അവൾ അപ്പോഴും പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവൾക്കറിയാം, ഇന്ന് രാത്രിയും അവൾക്ക് കൊച്ചു കൂട്ടുകാരുടെ സ്വപ്നങ്ങളിൽ സന്തോഷം നിറയ്ക്കാൻ കഴിയുമെന്ന്.